കോഴിക്കോട് വടകരയിൽ നിന്ന് കാണാതായ വിഷ്ണു എന്ന യുവാവിനെ 7 ദിവസത്തിന് ശേഷം കണ്ടെത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. ലോണാപ്പ് ഭീഷണിയെ തുടർന്നാണ് വിഷ്ണു നാടുവിട്ടതെന്ന് പോലീസ് പറയുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ന് രാവിലെയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന വിഷ്ണു മറ്റാരുടെ ഫോണിൽ സഹോദരനെ വിളിക്കുകയായിരുന്നു. പയ്യന്നൂരിലെ ഇളയച്ചന്റെ അടുത്തേക്ക് പോകുന്നുവെന്നായിരുന്നു വിഷ്ണു പറഞ്ഞത്. തുടർന്ന് ബന്ധുക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. വടകര പോലീസ് സ്റ്റേഷനിലെത്തിയ വിഷ്ണുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. എം പോക്കറ്റ് എന്ന ഓൺലൈൻ ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്നാണ് നാടുവിട്ടതെന്നാണ് വിഷ്ണുവിന്റെ മൊഴി. 10,000 രൂപ ലോൺ എടുത്ത വിഷ്ണു 12,000 രൂപ തിരിച്ചടച്ചിരുന്നു. എന്നാൽ വീണ്ടും 22,000 കൂടി ആവശ്യപ്പെട്ടു. ഈ തുക നൽകിയിട്ടും ഭീഷണി തുടർന്നു. വിഷ്ണുവിന് അവർ അയച്ച മോർഫ് ചെയ്ത ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പരിശോധിച്ച് ഉത്തരേന്ത്യൻ സംഘത്തിന്റെ ആപ്പിനെതിരെ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. ഈ കുട്ടിക്ക് മുമ്പ് ആപ്പിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഹരാസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. തുടർന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുള്ളതായും അതിനെ തുടർന്നുള്ള മാനസിക പ്രയാസത്തിലാണ് നാടുവിട്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ഇക്കഴിഞ്ഞ 13-നാണ് വിഷ്ണുവിനെ കാണാതായത്. മഡ്ഗാവ്, രത്നഗിരി, ഉടുപ്പി എന്നിവിടങ്ങളിൽ താമസിച്ചുവെന്നും ഉടുപ്പിയിൽ വെച്ച് ഫോൺ മോഷണം പോയെന്നുമാണ് തിരിച്ചെത്തിയ വിഷ്ണു ബന്ധുക്കളോട് പറഞ്ഞത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.